നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അരുവിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന്റെ രണ്ടാം ഘട്ട പ്രചാരണം ആരംഭിച്ചു. തൊളിക്കോട് പഞ്ചായത്തിലാണ് ഇന്ന് പര്യടനം. പിതാവ് ജി കാർത്തികേയന്റെ പതിവ് പിന്തുടർന്ന് തൊളിക്കോട് പഞ്ചായത്തിലാണ് ശബരിനാഥന്റെയും പര്യടന പരിപാടി ആരംഭിച്ചത്. പരണ്ടോട് കവലയായിരുന്നു ആദ്യ പോയിന്റ്. കതിനുകൾ മുഴുക്കിയും GK ചിത്രത്തിനു മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചും UDF പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റു. ചെറുവാക്കുകളിൽ സ്ഥാനാർത്ഥിയുടെ മറുപടി പ്രസംഗം. അച്ഛൻ്റെ പല സവിശേഷതകളുണ്ട്. അച്ഛൻ്റെ നിഷ്കർഷ, അച്ഛൻ്റെ മാന്യത, അച്ഛൻ്റെ നീതിബോധം, ഇതൊക്കെ ആ വിശ്വാസമാണ് നിങ്ങൾ അച്ഛനെ തുടർച്ചയായി വിജയിപ്പിച്ചുകൊണ്ടിരുന്നതിന് കാരണം. ആ വിശ്വാസം എന്നിനും അർപ്പിക്കാം. ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ കൈപ്പറ്റിയ കാലത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാതെ എന്നെ എന്തിനെ പൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്തിലെ 42 പോയിന്റുകളിലാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകുന്നത്. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലുമായി 9 ദിവസം പര്യടനം നീളും. പ്രചാരണത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായ പരിമിതികൾ മറികടക്കുന്നതാണ് രണ്ടാം ഘട്ട പ്രചാരണം. മണ്ഡലം ഇളക്കിമറിച്ചുള്ള പ്രചരണത്തിലൂടെ വ്യക്തമായ മുൻതൂക്കം നേടാനാവുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. അരുവിക്കരയിൽ നിന്നും ക്യാമറമാൻ അരുൺ മാത്യുവിനൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ. UDFകാരിൽ നിന്നല്ലാതെ വെള്ളം വാങ്ങി കുടിക്കരുന്ന സുലേഖയുടെ ഉപദേശത്തിന് VS അച്യുതാനന്ദന്റെ മറുപടി. വിജയകുമാറിനെ കുറിച്ച് ജി കാർത്തികേയൻ പറയാത്തതാണ് സുലേഖ പറയുന്നത്. സുലേഖയോട് കഷ്ടമായി പോയി എന്ന് ബഹുമാനപൂർവ്വം ഓർമ്മിപ്പിക്കുന്നതായും VS പ്രചാരണ പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞു. വിജയകുമാറിനെ പരുഷമായി ആക്ഷേപിച്ചത് കഷ്ടമായി പോയി എന്നും VS അച്യുതാനന്ദൻ കൂട്ടിച്ചേർത്തു. ആ മാന്യ വനിതയോട് ഞാൻ പറയുകയാണ്, ഇതായിരുന്നു 3-4 തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ജി കാർത്തികേയൻ, അദ്ദേഹം എൻ്റെയും ഒരു സ്നേഹിതനാണ്. തെരഞ്ഞെടുപ്പ് നടന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ നിങ്ങൾ വീടുകളിൽ ഓരഞ്ചരിഞ്ഞ് നിന്ന് കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തരത്തിലുള്ള ഒരക്ഷരമെങ്കിലും ജി കാർത്തികേയൻ പ്രസ്താവിച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതായാലും വളരെ കഷ്ടമായി പോയി നിങ്ങളുടെ ഈ പരാമർശനങ്ങളെന്ന് ഞാൻ നിങ്ങളെ സബഹുമാനം അനുസ്മരിപ്പിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരള കോൺഗ്രസ് B ചെയർമാൻ ശ്രീ R ബാലകൃഷ്ണപിള്ള, ശ്രീ PC ജോർജ് MLA, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ VV രാജേഷ്, ശ്രീ ഫക്രുദ്ദീൻ അലി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ PC ജോർജ്, എങ്ങനെയാണ് അരുവിക്കര മണ്ഡലം ഇപ്പോൾ? ഏത് മുന്നണിക്ക് വിജയസാധ്യത? ACDF ആന്റി കറപ്ഷൻ ഡെമോക്രാറ്റിക് ഫണ്ട് 11 ജീപ്പാണ് പ്രചരണത്തിന് ഇറക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ ഏകദേശം 124ഓളം സ്ക്വാഡുകൾ ഇന്ന് ഈ നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീട് കയറ്റം തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 ദിവസത്തിനകം ഈ നിയോജകത്തിൽ ഏറ്റവും ശക്തമായ പാർട്ടി പ്രവർത്തനം, യൂണിയൻ സ്ഥാനാർത്ഥി പ്രവർത്തനം ACDFന്റെ ആണെന്ന് ഞങ്ങൾ തെളിയിക്കും. ഞാനിപ്പോൾ ആര്യനാട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ACDFന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് വളരെ സത്യസന്ധമായി അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇപ്പോൾ ഒരു സംശയം വേണ്ട, ഇന്ന് ആര്യനാട് നിയോജകമണ്ഡലത്തെ ജനങ്ങളുടെ മുമ്പ് ഞാനൊരു നിഷ്പക്ഷ കാഴ്ചപ്പാട് എന്ന നിലയിൽ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ചതുഷ്കോണ മത്സരം ശക്തമായി നടക്കുകയാണ്. ആ ചതുഷ്കോണ മത്സരത്തിൽ അടുത്ത 10 ദിവസം കൊണ്ട് ഒരു സംശയം വേണ്ട, ACDF മുൻപിൽ വരും എന്നാണ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം. ആ നിലയുള്ള പ്രവർത്തനം കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. നാളെയും ഇറങ്ങുന്ന സ്ക്വാഡിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചു. വലിയ പിന്തുണ ACDF സ്ഥാനാർത്ഥിക്കുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ദയവായി തുടരുക. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇടതുപക്ഷം ഇത്തവണ വിജയത്തിലേക്ക് എത്തുമോ? പ്രചാരണം അതിൻ്റെ രണ്ടാം ഘട്ടം ഏതാണ്ട് പൂർത്തീകരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? എങ്ങനെയുണ്ട് അരുവിക്കരയുടെ മനസ്സ്? അരുവിക്കരയിൽ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. കോൺഗ്രസിന്റെ നേതൃത്വമുള്ള UDF ഗവൺമെന്റ് കഴിഞ്ഞ 4 വർഷം നടത്തിയിട്ടുള്ള കൊള്ളരുതായ്മകൾക്കെല്ലാം ജനങ്ങൾ ഇത്തവണ ശിക്ഷ നൽകും. വികസനത്തിന്റെ പേര് പറഞ്ഞാണ് ആദ്യം ഇവർ രംഗത്തിറങ്ങിയത്. ഇപ്പൊ വികസനത്തെ കുറിച്ച് അവിടെ മിണ്ടാൻ നിവൃത്തിയില്ല. ഏത് കക്ഷിക്കാരൻ അവിടെ പ്രചരണത്തിന് പോയാലും അവൻ പോകുന്നവന്റെ ഊപ്പാട് വരും. നടുവെല്ലാം ഒടിഞ്ഞു പോകുന്നൊക്കെ കണ്ടം ചെയ്ത റോഡുകൾ,
ഷട്ടറുകൾ വീണ് വണ്ടിയും പോവും, ആളിന്റെ നട്ടലും തകരും. ഈ വിധത്തിലുള്ള റോഡുകളാണ് 23 വർഷക്കാലം അവിടെ കാർത്തികേയൻ ജനപ്രതിനിധിയായിരുന്നതിന്റെ ഫലമായി ഈ അരുവിക്കര മണ്ഡലത്തിന് ഇപ്പൊ ലഭ്യമായിട്ടുള്ളത്. അരുവിക്കരയിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ പരക്കം പായുകയാണ്. അരുവിക്കര ഡാമിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. എന്റെ മണ്ഡലത്തിലെ എന്നെ ജയിപ്പിച്ച വോട്ടർമാർക്ക് വെള്ളം കൊടുത്തിട്ടേ തിരുവനന്തപുരത്തേക്ക് വെള്ളം കൊണ്ട് പോകാവൂ എന്ന് പറയാനുള്ള തന്റെ ഇടം പോലും കാണിക്കാത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു ശ്രീ ജി കാർത്തികനെന്ന് അവർ സന്ദർശിക്കുന്നവർക്ക് ഇഷ്ടം ബോധ്യമാണ്. അത് ആളുകളെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. 60-70% ആളുകൾ റബ്ബറിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചവരാണ്. അവരുടെ എല്ലാം കഞ്ഞൂടി മുട്ടി. ശ്രീ വി രാജേഷ്, BJP എത്ര വോട്ട് പിടിക്കും? ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞത് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രചരണം ശക്തമാകുന്നതോടുകൂടി ഈ 5000-ൽ കൂടുതൽ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാകും തീർച്ചയായും. അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നൽകാൻ പറ്റുന്ന ഒരു മറുപടി. ശ്രീ വി രാജേഷ്, 2011 നിങ്ങൾ 7000-ലേറെ വോട്ട് ശേഖരിച്ചു. 2014 അത് 14000-ലേറെയായി ഉയർന്നു. ഏതാണ്ട് നല്ല മത്സരമാണ് 2014 നിങ്ങൾ കാഴ്ചവെച്ചത്. അതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നത്? ഏതെല്ലാം വിഭാഗങ്ങളിൽ നിന്ന്, ഏതെല്ലാം മുന്നണികളിൽ നിന്ന്, പാർട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വോട്ട് എത്തിച്ചേരും? അതായത് 2014 ഞങ്ങൾ മത്സരിക്കുമ്പോഴേക്കും ഞങ്ങൾ നിർത്തിയിരുന്ന സ്ഥാനാർത്ഥിക്ക് BJP-യിൽ വന്നിട്ട് 3 മാസത്തെ പരിചയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ സംസ്ഥാനത്ത് BJP രൂപീകരിച്ച നേതാവാണ് ശ്രീ O രാജഗോപാൽ. അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഞങ്ങൾ കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് ഇടതു മുന്നണിയിൽ നിന്നും വലതു മുന്നണിയിൽ നിന്നുമാണ്. പ്രത്യേകിച്ചും LDF പ്രവർത്തകർക്ക്, LDF വോട്ടർമാർക്ക് മുൻപ് BJP-യുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുവാനുണ്ടായിരുന്ന ഒരു മടി, അല്ലെങ്കിൽ ഒരു തയ്യാറല്ലാത്ത ഒരു അവസ്ഥ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, മഞ്ചേശ്വർ അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ മാറിയിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്തിരുന്ന ആദർശ ശുദ്ധിയുള്ള വോട്ടർമാർക്ക് ഇന്ന് താമര അടയാളത്തിൽ വോട്ട് ചെയ്യുവാൻ വേണ്ടി മടിയില്ലാതെ മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നു, അവർ അതിനെ പ്രതീക്ഷയോടെ കാണുന്നു. അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന UDF-ന്റെയും കോൺഗ്രസിന്റെയും വോട്ടർമാർക്ക് ഇന്ന് താമര അടയാളത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി മടിയില്ല. അഴിമതിക്കും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനും അനുകൂലമായിട്ട്, അല്ലെങ്കിൽ അഴിമതിക്കും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് എതിരെ BJP മത്സരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും എതിരായി ചിന്തിക്കുന്നവർക്കും BJP-യിൽ വോട്ട് ചെയ്യാൻ വേണ്ടി മടിയില്ല. അങ്ങനെ ഈ 3 വിഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ വോട്ട് പ്രതീക്ഷിക്കുമ്പോൾ ശ്രീ വി രാജേഷ്, അത് എല്ലാ തവണയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് രാജഗോപാൽ മത്സരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾ ഈ നിലപാട് മുന്നോട്ട് വച്ചിരുന്നു. 2011 ശിവൻകുട്ടി 7694 വോട്ട് പിടിച്ചു. അപ്പോഴാണ് കാർത്തികേയന് 10000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചത്. 2014 ഗിരിജാകുമാരി ഈ 14890 വോട്ട് പിടിച്ചതോടുകൂടി അവിടെ സമ്പത്തിൻ്റെ ഭൂരിപക്ഷം അത് 4000-ലേറെയായി മാറി. 10000-ലേറെ വോട്ടുണ്ടായിരുന്ന കാർത്തികേയൻ്റെ ഭൂരിപക്ഷം അത് സമ്പത്ത് മറികടന്നു. അപ്പോൾ BJP കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ അത് സ്വാഭാവികമായും കാർത്തികേയന് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വോട്ടാണ് കുറയുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വോട്ട് പിടിക്കുന്നത് UDF-നല്ലേ കൂടുതൽ ദോഷം വരിക? UDF വോട്ടല്ലേ നിങ്ങൾ കൂടുതൽ പിടിക്കുക? അല്ല, ഞാൻ താങ്കളുടെ ഇത്തരത്തിലുള്ള വിധിയിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ഇതൊരു 15 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്നാളുടെ വോട്ട് ഇന്നാര് പിടിച്ചാൽ മറ്റേ ആൾ ജയിക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള വിലയിരുത്തലേക്ക് പോകാമായിരുന്നു. ഇപ്പോൾ കാലഘട്ടം മാറിയിരിക്കുക. കാരണം BJP-യും കോൺഗ്രസിന്റെയും ഉറച്ച കോട്ടകളെന്ന് നമ്മൾ കരുതിയിരുന്ന ഡൽഹിയിൽ ഒരിടത്തും ബൂത്ത് കമ്മിറ്റി ഇല്ലാതെ, വോട്ട് ബാങ്കുകളില്ലാതെ ഒരു നിമിഷം കൊണ്ട് രണ്ടിനെയും അട്ടിമറിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി കടന്നു വന്നല്ലോ. 30 വർഷങ്ങൾക്ക് ശേഷം കേന്ദ്രത്തിൽ ഒറ്റ തരംഗമായി BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നല്ലോ. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ മലയാളം ചാനലുകൾ ഉൾപ്പെടെ തിരുവനന്തപുരം പാർലമെന്റ് ഇലക്ഷനിൽ BJP 3-ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് പറയുമ്പോൾ LDF-നെ 3-ാം സ്ഥാനത്താക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ ഉദാഹരണങ്ങൾ താങ്കളോട് തിരിച്ചു സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ തരത്തിലുള്ള വിലയിരുത്തലൊക്കെ ഒരു 10-15 വർഷം മുമ്പായിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ യാഥാർത്ഥ്യമാകുമായിരുന്നു. ഇന്ന് ജനം മാറി ചിന്തിക്കുന്നു, അട്ടിമറികൾ സംഭവിക്കുന്നു. അങ്ങനെ ഒരു അട്ടിമറിയാണ് അരുവിക്കരയിൽ സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായും LDF 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ പോയേക്കും, അല്ലെങ്കിൽ UDF 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ പോയേക്കും. എന്തായാലും BJP ആയിരിക്കും 1-ാം സ്ഥാനത്ത്. ശ്രീ ഫക്രുദ്ദീൻ അലി, BJP കൂടുതൽ വോട്ട് സമാഹരിക്കും എന്ന് അവർക്ക് ഏതാണ്ട് ഉറപ്പാണ്. നല്ല പ്രവർത്തനം അവരവിടെ നടത്തുന്നു.
BJPയുടെ വോട്ട് വർദ്ധിക്കുന്നത് ഏത് മുന്നണിയെയായിരിക്കും ദോഷകരമായി ബാധിക്കുക? BJPയുടെ വോട്ട് ഷെയർ കൂടുകയാണ്. പ്രത്യേകിച്ച് രാജേട്ടൻ സ്ഥാനാർത്ഥിയായി വന്ന ഒരു സാഹചര്യത്തിൽ അത് രണ്ട് മുന്നണികളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, രാജേട്ടൻ ഇത്രയും കാലമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് വോട്ട് ചെയ്താൽ എന്താ, അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടു, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമല്ല ഇനി എത്ര കാലം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സഹതാപതരം, നമ്മൾ കാർത്തികേയന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സഹതാപതരംഗം സത്യത്തിൽ കൂടുതൽ നന്നായിട്ട് വരാൻ സാധ്യത രാജേട്ടൻ അനുകൂലമായിട്ട്. അതൊരു നായക വോട്ടുകളുടെ ഒരു പങ്ക് രാജേട്ടൻ കൊണ്ടുപോകാൻ സാധ്യത. പക്ഷേ 3 സ്ഥാനാർത്ഥികൾ നായന്മാരാണ് എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ നായക വോട്ടുകൾ കുറച്ചൊരു വോട്ടുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും പിന്നെ അത്രത്തോളം വലിയ ഡിവൈഡ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. 2, CPM-ന്റെ വോട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ LDF-ന്റെ വോട്ടുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിക്ക് അടുത്ത കാലഘട്ടത്തിൽ ഇപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ഒരു പാർട്ടിയിലെ ഉൾപാർട്ടി രാഷ്ട്രീയമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പുറത്ത് ചെറിയൊരു ചായ്പ് ചില ഇടങ്ങളിലെങ്കിൽ പ്രത്യേകിച്ച് ഈ അരുവികരായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത് സബ്സ്റ്റാൻഷ്യലായിട്ടൊന്നും വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷൻ അവർക്ക് കിട്ടിയ വോട്ടിനെക്കാട്ടും രാജേട്ടൻ വന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് മുന്നണികളിൽ നിന്ന് കിട്ടുന്ന വോട്ടും പിന്നെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നിന്ന് ഒരു മോഡിയെ എന്താ പറയുക ആരാധിക്കുന്ന ഒരു യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അത് ഭൂരിപക്ഷം ഒന്നല്ല എങ്കിൽ പോലും പുതിയ യങ്സ്റ്റേഴ്സിൽ 20% ഒക്കെ ഉണ്ടാവും. അതെല്ലാം കൂടി കൂടിയിട്ട് മുൻകാലഘട്ടങ്ങളിൽ കിട്ടിയ ഏറ്റവും നല്ല വോട്ടിനോടൊപ്പം ഒരു 5000 വോട്ട് അധികം കിട്ടാനാണ് BJPക്ക് സാധ്യത. ഇത് രണ്ട് മുന്നണികളിൽ നിന്നും കിട്ടും. പക്ഷേ LDF നിന്നാണ് കൂടുതൽ കിട്ടാൻ സാധ്യത എന്ന് വെച്ചാൽ മൈനോറിറ്റിയുടെ വോട്ടുകൾ അതിപ്പം മോഡി ഗവൺമെന്റ് സെൻട്രൽ വന്നതോടുകൂടി വലിയൊരു ഭീഷണി മോഡി ഗവൺമെന്റും BJPയും മൈനോറിറ്റിക്ക് നേരെ ഉയർത്തുന്നു എന്നൊരു പ്രതീതി ഉള്ള ഒരു സാഹചര്യത്തിൽ അത് UDF-ന് അനുകൂലമാണ്. എന്ന് വെച്ചാൽ നാഷണൽ ലെവലിൽ UDF ആണ് BJPക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള. UDF എന്നത് കോൺഗ്രസ്, അത് കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുകയും അതേസമയം തന്നെ ഈ ഒരു ഹിന്ദു വോട്ടുകൾ ഈഴവ വോട്ടുകളിൽ നിന്ന് കുറച്ച് വോട്ടുകൾ ഈ പറഞ്ഞിട്ടുള്ള രാജഗോപാലിന് അനുകൂലമായി വരാനുമാണ് സാധ്യത. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, BJP കൂടുതൽ വോട്ട് പിടിക്കുന്നു. അത് 14,000 എന്ന 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തതിനേക്കാൾ 5000-ഓ 6000-ഓ വോട്ട് കൂടുതൽ അവർ പിടിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംശയമില്ല, നിരീക്ഷകർക്കും സംശയമില്ല. അങ്ങനെ വരുമ്പോൾ 20,000-ഓളം വോട്ട് BJP സമാഹരിക്കുകയാണെങ്കിൽ അത് അരുവിക്കരയിലെ ഇടതു വലതു മുന്നണികളുടെ ജയപരാജയങ്ങളെ കൃത്യമായി നിർണ്ണയിക്കും. ഇതിന് പുറത്താണ് PC ജോർജിൻ്റെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട്. അതുപോലെ BJPക്ക് UDF-നും എതിരായി ന്യൂനപക്ഷങ്ങൾ എങ്ങോട്ട് വോട്ട് ചെയ്യും എന്ന കാര്യം, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ പ്രധാനമായും ഉള്ളത് BJP സമാഹരിക്കുന്ന വോട്ടുകളാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളായിരിക്കും കൂടുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അതിലുള്ളത് മനുഷ്യരാണ്, സാധാരണ ജനങ്ങളാണ്. ഇവിടെയാണെങ്കിൽ വലിയ സമ്പന്നന്മാരുടെ നാടല്ല അരുവിക്കര. ഒരു തരം ഇടത്തര കൃഷിക്കാരും സാധാരണ കൂലിപ്പണിക്കാരും ഒക്കെ ഉള്ളതാണ്. അവരുടെ എല്ലാം ജീവൻ പ്രശ്നം ജാതിക്കും മതത്തിനും ന്യൂനപക്ഷ സമുദായവും ഒന്നും വ്യത്യാസമില്ലാതെ ജനങ്ങൾ ആ ജീവിത പ്രശ്നങ്ങളിൽ UDF ഗവൺമെന്റ് വന്നതിന് ശേഷം തരുമ്പം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അതിന്റെ ആഴം വർദ്ധിച്ചിട്ടുള്ളതേ ഉള്ളൂ. പണി ഉള്ളവന്റെ പണി പോയി. ഇതെല്ലാം ജനങ്ങളെ അവരുടെ വിധിയെഴുത്തിൽ ബാധിക്കും. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നമ്മൾ അങ്ങനെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സർക്കാരിൻ്റെ അഴിമതിയും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ അരുവിക്കരയിലെ സ്ഥാനാർത്ഥി നിർണയം നോക്കുക. UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള നായർ എന്ന നിലയിൽ ഒരു നായർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. നായരല്ലാതെ മറ്റുള്ളവരെയും പരിഗണിക്കാം, പക്ഷേ അത് കാണുന്നില്ല. അതുപോലെ നായർ വോട്ടുകൾ, ഈഴ വോട്ടുകൾ, ആ വോട്ടിംഗ് പാറ്റേൺ അതെങ്ങോട്ട് ചായും എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? അതിനെ മറന്നുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം പറയാൻ കഴിയുമോ? നായർ സമുദായത്തിനും ഈഴവ സമുദായത്തിനും നാടാർ സമുദായത്തിനും പിന്നെ ഏതൊക്കെ സമുദായമുണ്ടോ ആ സമുദായത്തിലെല്ലാം ഉള്ള മനുഷ്യർ അവർ ഈ കൊള്ളരുതായ്മകളൊക്കെ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയും നാറ് പൊഴിച്ചൊരു ഗവൺമെന്റ് ഈ കേരള പിറവിക്ക് ശേഷം ഇതുപോലൊരു ഗവൺമെന്റിനെ കേരളം കണ്ടിട്ടില്ല. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നിങ്ങൾ നോക്കൂ. ഓരോ മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ കയറി തല്ലിപ്പൊടിക്കുന്ന ഒരു തെറ്റായി മാറിയിരിക്കുന്നു ഒരു സ്ഥാനാർത്ഥിയുടെ ആളുകൾ, BJPയുടെ ആളുകൾ. രണ്ടാമത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു IAS ഉദ്യോഗസ്ഥനുള്ള ചീഫ് സെക്രട്ടറി ആയിരുന്ന CP നായരെ 3 മണിക്കൂർ പൂട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചവരുടെ ആ കേസ് വ്യക്തമാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ജാതി മത സമവാക്യങ്ങൾ അരുവിക്കരയിലെ വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കുമോ? BJP കൂടുതൽ വോട്ട് സമാഹരിക്കും എന്ന അവരുടെ
ഒരു മുന്നറിയിപ്പ്, അത് രണ്ട് മുന്നണികളിൽ നിന്നും വോട്ട് പിടിക്കും എന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം അത് ഇരു മുന്നണികളുടെയും ജയപരാജയങ്ങളെ നിശ്ചയിക്കും? BJP കൂടുതൽ വോട്ട് പിടിക്കുമെന്ന് പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കുവാൻ കഴിയുകയില്ല. കാരണം ഒരു വർഷം മുമ്പ് ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ ഉയർത്തിയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഒരു വർഷം പിന്നിട്ട് ആ ഗവൺമെന്റിനെ നമ്മൾ നോക്കി കാണുമ്പോൾ അഴിമതിയുടെ അടക്കം 700 കോടി രൂപയിൽ പരം കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസിലടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പ്രതിക്ക് വേണ്ടി വൈദേശിക ഭരണ കേന്ദ്രങ്ങളിൽ പോലും ശുപാർശ നടത്തുന്ന കേന്ദ്ര വിദേശമന്ത്രി അടക്കമുള്ളവരെ കണ്ടുകൊണ്ട് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്നു. ഈ അരുവിക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ റബ്ബർ തൊഴിലാളികളും റബ്ബർ ഉടമകളുമായ സാധാരണ ആളുകളെ ഏറ്റവും വലിയ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കേന്ദ്ര ഗവൺമെന്റിന്റേതായ ഇന്നലെ പുറത്തു വന്ന റബ്ബർ സംബന്ധിച്ച സബ്സിഡി നിഷേധിച്ചുകൊണ്ട് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ റബ്ബർ സബ്സിഡിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ ചതിച്ച BJPയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം മാത്രവുമല്ല, BJPയെ സ്ഥിരമായി ഒരു സ്ഥാനാർത്ഥിയെ എന്ത് തെരഞ്ഞെടുപ്പ് വന്നാലും മത്സരിപ്പിക്കുക എന്നതിനെതിരെ ശക്തമായ ഒരു നിലപാട് കൂടി അരുവിക്കരയിലെ ജനങ്ങൾക്കുണ്ട്. അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ മാത്രമല്ല അഴിമതിയിലേക്ക് നമുക്ക് വരാം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, BJP കൂടുതൽ വോട്ട് പിടിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകില്ല എന്ന നിലയിലും കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന രീതിയിലുമാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നോക്കുക, SNDPയുടെ നേതൃത്വത്തിൽ അരുവിക്കരയിൽ പ്രകടനം നടക്കുന്നു. ഇപ്പോൾ അത് ഇടുക്കി ബിഷപ്പിൻ്റെ പ്രസ്താവനയ്ക്കെതിരായ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ക്രൈസ്തവ ആരാധനയ്ക്കെതിരെ RSSൻ്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണം. ക്രിസ്ത്യൻ നാടാർ വിഭാഗങ്ങൾ പൊതുവെ UDFിനോട് ചായ്വ് പുലർത്തുന്നു. ഹിന്ദു നാടാർ വിഭാഗങ്ങൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. ഈഴവ വോട്ടുകളിൽ അവർ മനസാക്ഷി വോട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒപ്പം അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കുന്നു. ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഈ കാര്യങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നിരിക്കുന്നു. ഇത് സ്വാഭാവികമായും ജാതിക്കും മതത്തിനും അവർ സ്വീകരിക്കുന്ന നിലപാടിനും വലിയ ഒരു മേൽക്കൈ ആ മണ്ഡലത്തിൽ അവസാന നിമിഷം സൃഷ്ടിക്കുന്നില്ലേ? അത് എങ്ങനെയായിരിക്കും, താങ്കൾക്ക് അനുഭവമുണ്ട്, എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായി വോട്ടിൽ പ്രതിഫലിക്കുക? പ്രകാശേ, ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഒരുപാട് ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ജാതി ചിന്താഗതി ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ. പക്ഷെ ഞാനൊരു സമുദായത്തിൽ ജനിച്ച ആളാണ്. അതല്ലെന്ന് പറഞ്ഞിട്ടുമില്ല. ആ സമുദായവുമായിട്ട് ബന്ധമുള്ള ആളാണ്. അത് രാഷ്ട്രീയത്തിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ 951 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞാനന്ന് കോളേജിൽ ചേർന്നേ ഉള്ളൂ. സജീവമായി പങ്കെടുത്തിട്ടുള്ള ആളാണ്. എല്ലാ എത്ര ഇലക്ഷൻ ഉണ്ടെന്ന് എനിക്കല്ല, ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നിട്ടുള്ള ആളാണ്. പട്ടന്നാളുള്ള സാർ രാജിവെച്ചു പോയപ്പോൾ തിരുവനന്തപുരത്ത് അനിരുദ്ധൻ ജയിച്ച ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഞാൻ. അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. എനിക്ക് വേണ്ടി ഞാനും പല ഇലക്ഷനും നിന്നിട്ടുള്ള ആളാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ, അരുവിക്കരയിൽ ജനാധിപത്യവും മാന്യതയും ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള ജനങ്ങളാണ് അരുവിക്കരയിൽ ദാൻഡോസി. അഴിമതി, ഇതുപോലെ പുഴുത്ത് നാറിയ അഴിമതി ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് തന്നെ, ഞാൻ മുന്നണി UDF ഉണ്ടാക്കിയതിലൊരാളാണ്. ജീവിച്ചിരിക്കുന്നതിൽ ഒരു പക്ഷേ ഇഴുക്ക 1-2 പേരെ കാണത്തുള്ളൂ. എന്നൊക്കെ പോയി, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പോയി, അവരെല്ലാം പോയി. ഞാന് കാണുന്നത് ഇത്രയും 3.5 കൊല്ലം UDFിൽ നിന്നുകൊണ്ട് ഈ അഴിമതിക്കെതിരായി ഫൈറ്റ് ചെയ്ത ആളാ. എനിക്ക് നേരിട്ടറിയാം. ഈ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ ഇത് മുഴുവൻ. പക്ഷെ ഞാനതൊന്നും ഇപ്പൊ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരു കാര്യം എനിക്ക് അന്ന് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് കമ്മിറ്റി യോഗങ്ങളിൽ, നേതൃയോഗങ്ങളിൽ പരസ്യമായി ഇത് വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാണ്. അവസാനം നിവർത്തികേട് കൊണ്ട് സെപ്റ്റംബർ മാസം 28-ാം തീയതി ഞാനിതെല്ലാം എഴുതി കൊടുത്ത ആളാണ്. എനിക്ക് ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമാണ്. ശ്രീ PC ജോർജ്, ആർ ബാലകൃഷ്ണപിള്ള പറയുന്നത് അഴിമതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. പക്ഷേ ഇതോടൊപ്പം മറ്റ് ഘടകങ്ങളുമുണ്ടല്ലോ. ആ രീതിയിൽ മാത്രം അഴിമതി കേന്ദ്രബിന്ദുവായി
വികസനം കേന്ദ്രബിന്ദുവായി മാത്രമാണോ അരുവിക്കരയിൽ ഒരു മത്സരം നടക്കുന്നത്? അങ്ങനെ വന്നാൽ അത് UDF സ്ഥാനാർത്ഥിയുടെ പരാജയം അത് ഉറപ്പുവരുത്തുന്നതാണോ? ഞാൻ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ചരിത്രം, UDF സ്ഥാനാർത്ഥിയുടെ പരാജയം 100% ഉറപ്പാണ്. ഒന്ന്, സഹതാപ തരംഗത്തിന് വേണ്ടി മകനെ ഇറക്കി വിട്ടപ്പോൾ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അതിൽ അമർഷം ഉണ്ടായിരിക്കും. ഒന്ന്. രണ്ട്, വികസന കാര്യങ്ങൾ, ഇതിന് ഒരു റോഡ് പോലും ഈ നാട്ടിലില്ലെന്ന്. അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ഒരു MLA ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഒരു റോഡ് പോലില്ല. വണ്ടിയുടെ മനുഷ്യന്റെ നടുവല്ല, വണ്ടിയുടെ ആക്സിഡന്റ്. അതാണ് റോഡ്. ഞാൻ വന്ന 2 പ്രമുഖ റോഡ് മുഴുവൻ തകർന്ന് തരിപ്പണമാണ്. മലയോര മേഖലയിൽ ഒരു എസ്റ്റേറ്റ് പൂട്ടിയിട്ട് വർഷങ്ങളായി. 1000-ഓളം പാവപ്പെട്ട മനുഷ്യൻ എല്ലും തോലുമായിട്ട് നടക്കുക. അവർക്കൊരു റേഷൻ പോലും സൗജന്യമായിട്ട് കൊടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാർത്തികേയന്. ആ ബോണക്കാട് എസ്റ്റേറ്റ് ഒന്ന് ആലോചിച്ച്, ഇവിടുത്തെ ആദിവാസികളും ദളിത് വിഭാഗം മുഴുവൻ ഡിസ്കണ്ടന്റ് ആണ്. ഞാൻ പിന്നെ വേറൊരു കാര്യം, ഇവിടെ പ്രകാശ് ചോദിച്ച് മുഴുവൻ കേട്ടോണ്ടിരുന്നോണ്ട് ഞാൻ പറയുക, ഇവിടെ കോൺഗ്രസിൽ നിന്നാണോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണോ വോട്ട് BJPയിലേക്ക് പോകാമെന്ന് ഞാൻ പറയുമ്പോൾ BJPക്കാർക്ക് എന്നോട് പിണക്കം തോന്നുന്നുണ്ട്. രാജേട്ടനോട് വളരെയേറെ ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന വോട്ട് 17,000 അതിനപ്പുറത്തേക്ക് അദ്ദേഹം കടന്നു പോവില്ല. ആ 17,000 എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. ആ വോട്ട് പോകുന്നത് എവിടെയെന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ, ഇപ്പൊ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സംഭവം എന്താ, ഗോത്രവർഗ നേതാവായ ഗോമൻഗോ ഒറീസ മുഖ്യമന്ത്രിയാണ്, മുൻ മുഖ്യമന്ത്രി, 9 പ്രാവശ്യം MP ആയിരുന്ന ആ വാജ്പേയി ഗവൺമെന്റ് ഒരു വോട്ടിന് അവിശ്വാസത്തിന് പുറത്ത് കളഞ്ഞ ഗോമൻഗോ എന്ന് അന്ന് അപമാനിച്ച ആ മനുഷ്യൻ ഇന്ന് BJP ചേർന്നിരിക്കുക. അപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് BJPയിലേക്ക് ഒഴുക്കുക നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും BJPക്കെതിരെ പോരാടുക. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് BJPയിലേക്ക് ഒഴുക്ക് വരുന്നത്. രാജേട്ടന് ഒരു വോട്ട് കൂടുതൽ കിട്ടിയത് കോൺഗ്രസ് പാർട്ടിയിലായിരിക്കുന്നത് വളരെ വ്യക്തമായി എനിക്ക് ബോധ്യമാണ്. ആ സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണമെങ്കിൽ ഒരു വോട്ട് കൂടുതൽ മേടിക്കും എന്നാണ്. പ്രത്യേകിച്ച് എന്റെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റില്ല, ആന്റി കറപ്ഷൻ ഡെമോക്രാറ്റിക് ഫണ്ടിന്റെ സ്ഥാനാർത്ഥി K. ദാസ് കുടം ചിഹ്നത്തിൽ ഒരു വോട്ട് കൂടുതൽ മേടിക്കും ജയിക്കാൻ വേണ്ടതിനേക്കാൾ എന്റെ ഒരു കണക്ക്. അതുപോലെ തന്നെ വേറെ ശ്രീ PC ജോർജ്, താങ്കളുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരോട്ട് കൂടുതൽ വാങ്ങും എന്ന് താങ്കൾ ഇലക്ഷൻ സമയമായതുകൊണ്ട് പറയണം. പക്ഷേ താങ്കളോടൊപ്പമുള്ള DHRM, അതല്ലെങ്കിൽ SDPI, മുസ്ലിം വോട്ടുകൾ, അതല്ലെങ്കിൽ ദളിത് വോട്ടുകൾ, ആദിവാസി വോട്ടുകൾ എത്രത്തോളം സമാഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും? അങ്ങനെ നിങ്ങൾ സമാഹരിക്കുന്ന വോട്ടുകൾ, അതും ഇടതു വലത് മുന്നണികൾക്ക് ലഭിച്ചിരുന്ന വോട്ടുകളാണല്ലോ, അതിലേതായിരിക്കും നിങ്ങൾ കൂടുതൽ പിടിക്കുക? സ്വാഭാവികമായി ഇവിടെ വരാൻ പോകുന്നത് കോൺഗ്രസിലെ ഒരു സ്ഥാനാർത്ഥി നല്ലതില്ലല്ലോ. കോൺഗ്രസ് പ്രവർത്തകർക്ക് UDF പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഈശ്വരവിശ്വാസിയായ നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് ACDF നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ACDFന്റെ ചെയർമാൻ ആയതുകൊണ്ടാണ് ഇതിനെ അനുകൂലിക്കുന്നത്. അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എനിക്ക് ഇതിനെ പിന്തുണയ്ക്കാൻ പറ്റില്ല. ഞാൻ മാണി ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനാണെന്ന് എന്റെ വിശ്വാസം, മനസ്സിലായില്ലേ? എന്റെ പ്രശ്നം അതാണ്. ഇവിടുത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ACDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ACDFന്റെ ആളുകൾ കൂടി ആലോചിച്ചെടുത്ത തീരുമാനം ജനഹിതം മാനിച്ചാണ് പ്രിയങ്കനായ K. ദാസ് എന്ന് പറഞ്ഞ ആളെ കുടം ചിഹ്നത്തിൽ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഞങ്ങളുടെ വ്യക്തമാണ്. ശ്രീ PC ജോർജിന്റെ സ്ഥാനാർത്ഥി ആദിവാസി ദളിത് വോട്ടുകളും SDPIയുടെ പിന്തുണ വഴി മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗവും നേടും, അത് UDFന്റെ വോട്ടായിരിക്കും എന്ന് ശ്രീ R. ബാലകൃഷ്ണപിള്ള പറയുന്നു. BJPയും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കും. ഈ 2 ഘടകങ്ങൾ എന്താണെങ്കിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കും. ശ്രീ ഫക്രുദ്ദീൻ അലി, അഴിമതി, വികസനം, ഇതോടൊപ്പം തന്നെ ജാതിയും മതവും അതിൻ്റെ സംഘടനകൾ സമാഹരിക്കുന്ന വോട്ടും അത് അരുവിക്കരയിൽ ഒരു പ്രത്യേക അർത്ഥത്തിൽ പ്രാധാന്യം നേടുകയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങോട്ട് നയിക്കും? ഈ തിരഞ്ഞെടുപ്പ് ഓൾറെഡി കേരളം കണ്ട ഏറ്റവും ടൈറ്റ് മത്സരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആവേശകരമായിട്ടുള്ള 2020 മത്സരം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ ഫാക്ടറികൾ ഓരോന്നും വരുന്നത്. ഈ ഫാക്ടറികൾ ഓരോന്നും വരുന്ന സമയത്ത് അത് BJPക്ക് ഗുണകരമാകുന്ന, PC ജോർജിന്റെ സ്ഥാനാർത്ഥി ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ഭൂരിപക്ഷം വളരെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അവസാന നിമിഷം വരെ നെക്ക് പോരാട്ടമായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യമുണ്ട്. PC ജോർജ് ശബരിനെ പറ്റിയിട്ട് ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞത് അത് വെറുതെ വിചാരിക്കുകയാണ്.
വളരെ യങ് ആയിട്ടുള്ള വളരെ ഈ 3 സ്ഥാനാർത്ഥികൾ എടുത്ത് നോക്കിയാൽ വളരെ എനർജി ഉള്ള ചെറുപ്പക്കാരനാണ്. ഞാൻ പലപ്പോഴും എനിക്ക് ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമില്ലാത്ത ആളാണ്. എനിക്ക് കിട്ടുന്ന ഗ്രാസ് റൂട്ടിൽ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ തന്ന വിവരം അനുസരിച്ചിട്ട് പെൺകുട്ടികളുടെയും യൂത്തിന്റെയും അതുപോലെ തന്നെയുള്ള സ്ത്രീകളുടെയും വോട്ട് നല്ലൊരു പങ്ക്, ഒരു നിഷ്പക്ഷ വോട്ടുകൾ, ഒരു ആം ആദ്മി പാർട്ടി ലൈനിൽ ശബരി എന്നുള്ള പേരിന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ അഴിമതിയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ UDFന് ചെറിയൊരു എഡ്ജ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്. പക്ഷേ എന്തും മാറി മറയാൻ പറ്റുന്ന ഒരു അവസരം, ഒരു സാഹചര്യമാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ ഇലക്ഷൻ എന്ന് വെച്ചാൽ PC ജോർജിന്റെ കേരള രാഷ്ട്രീയത്തിലെ വാട്ടർലൂ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആ രീതിയിലാണ്. വളരെ നന്ദി ശ്രീ R. ബാലകൃഷ്ണപിള്ള, ശ്രീ PC ജോർജ്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ VV രാജേഷ്, ഫക്രുദ്ദീൻ അലി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.